Hello friends, welcome to my channel Open Book. ഇന്നത്തെ വീഡിയോ CA Inter All Syllabus ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ചാപ്റ്റർ 3യിലെ ടോപ്പിക്സ് ആണ്. ഇന്ന് കവർ ചെയ്യുന്ന ടോപ്പിക്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ഏരിയ കവേർഡ് ആൻഡ് ഓണർഷിപ്പ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സിനെ നമുക്ക് ബ്രോഡ്ലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ഏരിയ ബേസ്ഡ് ആണ്, സെക്കൻഡ് വൺ ഫങ്ഷണൽ ബേസ്ഡ് ആണ്, തേർഡ് വൺ ഓണർഷിപ്പ് ബേസ്ഡ് ആണ്. ഏരിയ ബേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ഏരിയ ഒരു നെറ്റ്വർക്ക് കവർ ചെയ്യുന്നത്. അതിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്: ലാൻ, മാൻ, വാൻ. നമ്മൾ ആദ്യം പഠിക്കുന്നത് ലാൻ. ലാൻ എന്ന് പറഞ്ഞ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ്. ഈ ലാനിൻ്റെ ഏറ്റവും വലിയ യൂസേജ് ഒരു ചെറിയ ഏരിയയിലുള്ള നെറ്റ്വർക്ക് ഡിവൈസോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഡിവൈസോ കണക്ട് ചെയ്യുക എന്നതാണ്. അത് ഒരു ഓഫീസ് ആവാം, ക്ലാസ് റൂം ആവാം, ചെറിയൊരു ബിൽഡിംഗ് ആവാം, മാനുഫാക്ചറിങ് പ്ലാന്റ് ആവാം, അങ്ങനെ ചെറിയൊരു ഏരിയ. ഇവിടെ ഈ പിക്ചറിൽ ഇത്രയും ഭാഗം ഒരു ലാൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ പല ഡിവൈസസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ലാപ്ടോപ്സ് കാണാം, സ്മാർട്ട് ഫോൺ കാണാം, ഡെസ്ക്ടോപ്പ്, സ്കാനർ, അങ്ങനെ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ഡിവൈസസും ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഡിവൈസും ഈ ലാനിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലാൻ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വെറൈറ്റി ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ മീഡിയ യൂസ് ചെയ്യാം. അതൊരു ഓർഡിനറി ടെലിഫോൺ ലൈൻ ആവാം, കോയാക്സിയൽ കേബിൾ ആവാം, അല്ലെങ്കിൽ വയർലെസ് റേഡിയോ സിസ്റ്റം ആവാം. വയർലെസ് റേഡിയോ സിസ്റ്റം എന്ന് പറയാൻ നമ്മുടെ വീട്ടിലുള്ള വൈഫൈ റൗട്ടറൊക്കെ വെച്ച് നമുക്ക് ലാൻ ഉണ്ടാക്കാം. സെക്കൻഡ് പോയിന്റ്, ഒരു ഡെസ്ക്ടോപ്പ് പി സിക്ക് ലാൻ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ആ ഡെസ്ക്ടോപ്പ് പി സിയിൽ ഒരു നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ടായിരിക്കണം. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്താണെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തേർഡ് പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടിപ്പിക്കൽ എന്റർപ്രൈസ് അല്ലെങ്കിൽ വലിയൊരു കമ്പനിയുടെ സെനാരിയോ ആണ്. ഒരു വലിയ കമ്പനിയിൽ അവരുടെ ലാനുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവൈസസ് കൺട്രോൾ ചെയ്യാനും യൂസ് ചെയ്യാനും ഒരു പവർഫുൾ മൈക്രോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. ഒന്നെങ്കിൽ ഈ പവർഫുൾ മൈക്രോ കമ്പ്യൂട്ടറിൽ ഒരുപാട് ഡിസ്പേസ് ഉള്ള ഫയൽ സെർവറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ മൈക്രോ കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്ക് സെർവറായിട്ട് യൂസ് ചെയ്യാം. ഒരു നെറ്റ്വർക്ക് സെർവറായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാകും. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നായിരിക്കും. ഫോർത്ത് പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് ലാനിൻ്റെ യൂസേജ് ആണ്. ലാനിൽ ഡിഫറെൻറ്റ് ഡിവൈസസ് കണക്ട് ചെയ്യുന്നതിലൂടെ എൻഡ് യൂസേഴ്സിന് ഇലക്ട്രോണിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും, കുറേ റിസോഴ്സസ് ഷെയറും ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഈ റിസോഴ്സസ്? ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർ ആവാം, ഡാറ്റ ആവാം. ഹാർഡ്വെയർ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രിന്റർ, സ്കാനർ, ഈവൻ ഒരു കമ്പ്യൂട്ടർ തന്നെ നമുക്ക് ഷെയർ ചെയ്യാം. സോഫ്റ്റ്വെയറിന്റെ കേസ് ആണെങ്കിലോ ചില സോഫ്റ്റ്വെയർ ലൈസൻസ് വളരെ എക്സ്പെൻസീവ് ആവും. കൂടാതെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ലൈസൻസ് ഒരു കമ്പ്യൂട്ടറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന റൂൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കൊരു 100 യൂസേഴ്സ് ഉണ്ടെങ്കിൽ 100 ലൈസൻസ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കോസ്റ്റ് കൂടും. അങ്ങനത്തെ കേസുകളിൽ കമ്പനി എന്ത് ചെയ്യും? ഒരു കമ്പ്യൂട്ടറിൽ ഒരു ലൈസൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലാനിൽ ആ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യും. എന്നിട്ട് എൻഡ് യൂസേഴ്സിന് ആ കമ്പ്യൂട്ടറിലേക്ക് ലാൻ വഴി കണക്ട് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ആ സോഫ്റ്റ്വെയർ എൻഡ് യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഡാറ്റ റിസോഴ്സസ് ആണെങ്കിലോ ഏതെങ്കിലും ഒരു ഫയൽ ട്രാൻസ്ഫറോ ഇമെയിലോ അതൊക്കെ ഡാറ്റ റിസോഴ്സസിന്റെ അടിയിൽ വരും. നെക്സ്റ്റ് ഒരു യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ഉണ്ട്. ആ ഗ്രൂപ്പ് പ്രോജക്റ്റിൽ 20 യൂസേഴ്സ് ഉണ്ട്. ഈ 20 യൂസേഴ്സ് ഒരു ബിൽഡിങ്ങിന്റെ പല ഫ്ലോറിലും പല ഏരിയയിലും ആണ് ഇരിക്കുന്നത്. ഓരോ പ്രാവശ്യം ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഒരു കോൺഫറൻസ് റൂമിൽ ഒത്തുചേരേണ്ട ആവശ്യമില്ല. പകരം ലാനിലാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എൻഡ് യൂസേഴ്സിന് പല സ്ഥലത്ത് ഇരുന്ന് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. ഇതൊക്കെയാണ് ലാനിൻ്റെ 4 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലാൻ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ്. അതിൽ ഫസ്റ്റ് പോയിന്റും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റും സെക്യൂരിറ്റിയാണ്. ലാൻ സെക്യൂരിറ്റി അച്ചീവ് ചെയ്യുന്നത് ഡിസ്ക്ലെസ് നോഡിലൂടെയാണ്. ഡിസ്ക്ലെസ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കമ്പനികൾ അവൈലബിൾ ആയ ഡെസ്ക്ടോപ്പുകൾക്കും ലാപ്ടോപ്പുകൾക്കും ഫ്ലോപ്പി ഡ്രൈവോ ഡിസ്ക് ഡ്രൈവോ USB ഡ്രൈവ്സോ ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ കമ്പനിയുടെ സീക്രട്ട് ഫയൽസോ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന ഫയൽസോ ഒരു തരത്തിലും പുറത്തേക്ക് കോപ്പി ചെയ്യാനോ വേറെ കമ്പനികൾക്ക് ചോർത്തി കൊടുക്കാനോ പറ്റില്ല. കൂടാതെ തന്നെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ നമ്മുടെ മെഷീൻസിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആ ഫയല് കോപ്പി ചെയ്യാൻ ലാനിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. ഈവൻ ഇൻ്റർനെറ്റ് ആക്സസ് പോലും ലാൻ കണക്ട് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ ഒരു കംപ്ലീറ്റ് സെക്യൂരിറ്റി ലാൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് ഈസ് എക്സ്പാൻഡഡ് PC യൂസേജ് ത്രൂ ഇൻഎക്സ്പെൻസീവ് വർക്ക് സ്റ്റേഷൻ. അതായത് ഒരു പ്രാവശ്യം ലാൻ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അഡീഷണൽ യൂസേഴ്സിനെയോ കമ്പ്യൂട്ടറിനെയോ ആ ലാനിലേക്ക് ആഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ആകെ വേണ്ടത് ഒരു ഡെസ്ക്ടോപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിന് ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് വേണം, അത്രയും മതി. തേർഡ് പോയിന്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ്.
ലാനിൻ്റെ മെയിൻ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ യൂസേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനോ ഇൻഫർമേഷൻ എക്സ്ചേഞ്ചോ ചെയ്യുക എന്നതാണ്. അതുകൂടാതെ തന്നെ ലാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടറിലത് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ കൊളീഗിൻ്റെ കമ്പ്യൂട്ടറിലത് ചെയ്യാൻ പറ്റും. സോ ആ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ലാൻ ഉപയോഗിക്കും. ഇതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഫോർത്ത് പോയിന്റ്, ഇലക്ട്രോണിക് മെയിൽ ആൻഡ് മെസ്സേജ് ബ്രോഡ്കാസ്റ്റിംഗ്. ഒരാൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണം അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ഏറ്റവും ഈസി മാർഗങ്ങളിലൊന്ന് ഒരു മെയിൽ അയക്കുക എന്നതാണ്. ഒരു മെയിൽ എങ്ങനെ അയക്കുന്നത്? മെസ്സേജ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നു, അത് സെൻഡ് ചെയ്യുന്നു, അത് നെറ്റ്വർക്കിലൂടെ റെസിപ്പിയൻ്റ് മെയിൽ ബോക്സിൽ ചെന്ന് കിടക്കുന്നു. എപ്പോഴാണോ റെസിപ്പിയൻ്റ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത്, മെയിൽ ബോക്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, ആ നിമിഷം ആ മെയിൽ റെസിപ്പിയൻ്റ് അവൈലബിൾ ആവുന്നു. അങ്ങനെ റെസിപ്പിയൻ്റിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നു. ഫിഫ്ത്ത് വൺ ഈസ് ഓർഗനൈസേഷണൽ ബെനിഫിറ്റ്സ്. ലാൻ വഴി ഓർഗനൈസേഷന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും പെരിഫറൽസിനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാമെന്നതാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഒരുപാടെണ്ണം വാങ്ങിച്ചു വെക്കേണ്ട. ലാൻ വഴി പല സാധനങ്ങളും നമുക്ക് പല യൂസേഴ്സിനും അവൈലബിൾ ആക്കാൻ പറ്റും. കൂടാതെ തന്നെ ഈ എല്ലാ വസ്തുക്കളിലെയും യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ട്രെയിനിങ്ങും റീട്രെയിനിങ് ഒക്കെ ലാൻ വഴി ഈസിലി പോസിബിൾ ആണ്. അതുവഴി കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. സിക്സ്ത് പോയിന്റ് ഇസ് ഡാറ്റ മാനേജ്മെന്റ് ബെനിഫിറ്റ്സ്. എല്ലാ ഓർഗനൈസേഷനിലും ഡാറ്റ സെൻട്രലി ആയിരിക്കും മാനേജ് ചെയ്തിരിക്കുന്നത്. കാരണം സെൻട്രലി മാനേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാറ്റ മാനേജ് ചെയ്യാനും അത് ആക്സസ് ചെയ്യാനും ബാക്കപ്പ് ചെയ്യാനും വളരെ ഈസിയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പ്രോജക്റ്റിൽ എൻ്റെ കൊളീഗ്സുമായിട്ട് വർക്ക് ചെയ്യുന്നു. ആ പ്രോജക്റ്റ് സംബന്ധമായ എല്ലാ ഡേറ്റയും എൻ്റെ ലാപ്ടോപ്പിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം. എൻ്റെ ലാപ്ടോപ്പ് കറപ്റ്റായി പോവുകയോ മോഷണം പോവുകയോ ചെയ്ത് ആ ഡാറ്റ എല്ലാം ലോസ്റ്റ് ആവും. അപ്പോൾ ഡാറ്റ സെൻട്രലി മാനേജ് ചെയ്ത ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കൂടാതെ ഒരു സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ എൻ്റെ ലാപ്ടോപ്പിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എപ്പോഴാണോ ഞാൻ ലാനിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്നത്, ആ ഡാറ്റ മറ്റു കൊളീഗ്സിന് അൺഅവൈലബിൾ ആവും. അവർക്ക് കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഇഷ്യൂസും സെൻട്രലി മാനേജ് വഴി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ സെൻട്രലി മാനേജ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് റെഗുലറായിട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ സെൻട്രലി മാനേജ് ചെയ്ത ഡാറ്റ ഡിലീറ്റ് ആയി പോവുകയോ കറപ്റ്റായി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ബാക്കപ്പിൽ നിന്ന് നമുക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഡാറ്റ മാനേജ്മെൻറ്റ് ബെനിഫിറ്റ്സ്. സിക്സ്ത് പോയിന്റ്, സോഫ്റ്റ്വെയർ കോസ്റ്റ് ആൻഡ് അപ്ഗ്രഡേഷൻ. സോഫ്റ്റ്വെയർ കോസ്റ്റ് എങ്ങനെ മിനിമൈസ് ചെയ്യുന്നത് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അപ്ഗ്രഡേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിക്ക് 5000 എംപ്ലോയീസ് ഉണ്ട്. അവരുടെ ലാപ്ടോപ്സിൽ 5000 ലാപ്ടോപ്സിൽ കുറേ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയർസ് എല്ലാം തന്നെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യണം ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺ. 5000 ലാപ്ടോപ്സും മാനുവലി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നത് വളരെ ടീഡിയസ് ആയ ടാസ്ക്കാണ്. സോ എന്ത് ചെയ്യും കമ്പനീസ്? ലാനിലൂടെ എല്ലാ ലാപ്ടോപ്സിലേക്കും ഈ അപ്ഡേറ്റ്സ് പുഷ് ചെയ്യും. സോ എപ്പോഴാണോ എംപ്ലോയീസ് ലാനായിട്ട് കണക്ട് ചെയ്യുന്നത്, ഇത് ഓട്ടോമാറ്റിക്കലി അപ്ഗ്രഡേഷൻ നടക്കും. ഈ അപ്ഗ്രഡേഷൻ നടക്കേണ്ട ഫയൽസ് സെൻട്രലി ഏതെങ്കിലും ഒരു സെർവറിലായിരിക്കും സേവ് ചെയ്തിരിക്കുന്നത്. അതിന് അപ്ഡേറ്റ് സെർവർ എന്നാണ് പൊതുവേ വിളിക്കാറ്. സോ ഇങ്ങനെ സോഫ്റ്റ്വെയർ എത്ര എംപ്ലോയീസ് ഉണ്ടായാലും അത്രയും എംപ്ലോയീസിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിലെ സോഫ്റ്റ്വെയർസ് അപ്ഗ്രഡേഷൻ വളരെ ഈസി ആയിട്ട് ലാനിൽ കൂടെ നടക്കും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ലാൻ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്ന ഏരിയനെക്കാട്ടും കുറച്ചുകൂടി ഏരിയ ആ നെറ്റ്വർക്ക് കവർ ചെയ്യും. അതുപോലെ തന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് കവർ ചെയ്യുന്ന ഏരിയനെക്കാട്ടും കുറവായിരിക്കും മാൻ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിൻ്റെ ഏരിയ. ഒരു ടിപ്പിക്കലി 40 കിലോമീറ്റേഴ്സ് പോയിന്റ് ടു പോയിന്റ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന നെറ്റ്വർക്ക്സിന് മാൻ എന്ന് വിളിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റി ഫുള്ള് ഒരു മാൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ്, ഏറ്റവും കൂടുതൽ ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്ക്. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടെലിഫോൺ, ലോങ് ഡിസ്റ്റൻസ് ടെലിഫോൺ കോൾസ്, സാറ്റലൈറ്റ് ട്രാൻസ്മിഷൻ, ഇൻ്റർനെറ്റ് ഒക്കെ വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗം. ഒന്നെങ്കിൽ അത് ഒരു വലിയൊരു സിറ്റിയിലെ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ ആവാം, അല്ലെങ്കിൽ ഒരു ഹോൾ കൺട്രി ആവാം, അല്ലെങ്കിൽ ഒരുപാട് കൺട്രികൾ ചേർന്നോ കോണ്ടിനെൻസോ ചേർന്ന നെറ്റ്വർക്കിനെ നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ടിപ്പിക്കൽ എക്സാമ്പിൾ ഇൻ്റർനെറ്റ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ടു കവർ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്. അതായത് ഇവിടെ നെറ്റ്വർക്ക് ആര് ഓൺ ചെയ്യുന്നു എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഓർഗനൈസേഷൻ്റെ
നെറ്റ്വർക്ക് സാധാരണ അവിടുത്തെ എംപ്ലോയീസിന് മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് ഓർഗനൈസേഷൻ എ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ നെറ്റ്വർക്കിനെ നമുക്ക് ഓർഗനൈസേഷൻ ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. എയിൽ നിന്ന് ബിയിലേക്കോ ബിയിൽ നിന്ന് എയിലേക്കോ ഒരു തരത്തിലുള്ള കണക്ഷൻസോ നെറ്റ്വർക്കോ ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു ചെറിയ പോർഷൻ നെറ്റ്വർക്കിലേക്ക് ഓർഗനൈസേഷൻ എയിൽ നിന്നും കണക്ഷൻ ഉണ്ടാവും, ഓർഗനൈസേഷൻ ബിയിൽ നിന്നും കണക്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ നെറ്റ്വർക്കിനെയാണ് പറയുന്നത് പബ്ലിക് ഡേറ്റ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പബ്ലിക് നെറ്റ്വർക്ക്. അതായത് ഏത് നെറ്റ്വർക്കിലേക്കാണോ മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻ യൂസേഴ്സിന് ആക്സസ് ഉണ്ടാവുന്നത് അതിനെ പബ്ലിക് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു. സാധാരണ ഈ പബ്ലിക് നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും കുറെ ടെലികമ്മ്യൂണിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് പ്രൈവറ്റ് ഓപ്പറേറ്റിംഗ് ഏജൻസി ആവാം. അവരുടെ എയിം എന്താണ്? പബ്ലിക്കിന് വേണ്ടി ഒരു സ്പെസിഫിക് ഡാറ്റ ട്രാൻസ്മിഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ടിപ്പിക്കൽ എക്സാമ്പിൾ ഇന്റർനെറ്റ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് പ്രൈവറ്റ് ഡേറ്റ നെറ്റ്വർക്ക് ഓർ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഇതിനെ നമുക്ക് പ്രൈവറ്റ് നെറ്റ്വർക്ക് എ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ പോർഷനെ നമുക്ക് പ്രൈവറ്റ് നെറ്റ്വർക്ക് ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. മുകളിൽ കുറച്ച് ആലങ്കാരികമായി എഴുതിയിട്ടെന്നുള്ളൂ. അതായത് ഈ നെറ്റ്വർക്ക് ഓൺ ചെയ്യുന്നത് ഒരു ബിസിനസ് ആവാം, ഗവൺമെൻറ് ഏജൻസി ആവാം, ഒരു ഓർഗനൈസേഷൻ ആവാം. ഓർഗനൈസേഷൻ അങ്ങനെ സൈസ് ഒന്നുമില്ല. ചെറിയ ഓർഗനൈസേഷനും വലിയ ഓർഗനൈസേഷൻ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഡിപ്ലോയ് ചെയ്യാം. പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ കമ്പനിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്, അത് വേറെ കമ്പനീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് ഈ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്തിനാണ് യൂസ് ചെയ്യണത്? ഡെയിലി ഓപ്പറേഷൻസിന് വേണ്ടിയും മിഷൻ ക്രിട്ടിക്കൽ നീഡ്സിന് വേണ്ടിയുള്ള ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക, റിസീവ് ചെയ്യുക. പ്രൈവറ്റ് നെറ്റ്വർക്കിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് നെറ്റ്വർക്കാണ് മോസ്റ്റ് സെക്യൂർ നെറ്റ്വർക്ക്. അതുകൊണ്ട് തന്നെ അതിൽ കൂടെ പോകുന്ന ഡേറ്റാസ് വളരെ സെക്യൂർ ആണ്. ഇത്രയേ ഉള്ളൂ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ലാസ്റ്റ് ടോപ്പിക് ടു കവർ ഈസ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഓർ VPN. ഈ VPNനെ കുറിച്ച് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാരണം ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് തുറന്നാലോ യൂട്യൂബ് തുറന്നാലോ ഈ നോഡ് VPN എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യം വരാറുണ്ട്. നിങ്ങൾ സെക്യൂർ ആയിട്ട് ബ്രൗസ് ചെയ്യൂ, നിങ്ങളുടെ ഡാറ്റ ലീക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. VPNനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, വേർഡ് ടു വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഈ എക്സ്പ്ലനേഷൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. IT-യിൽ വിർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്യൂഷൻ എന്നാണ് അർത്ഥം. അതായത് സാധനം അവിടെ ഉണ്ടോ? ഉണ്ട്. എന്ന സാധനം അവിടെ ഇല്ലേ? എന്ന് ഇല്ല. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. സോ ഇവിടെ ഇത് അമേരിക്കയാണ്. അമേരിക്കയിൽ ഒരു കമ്പനി ഉണ്ട്, A1. ആ കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്. ഓക്കെ, ഇതിന് A2 എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫീസ് A2. കമ്പനിയുടെ മെയിൻ നെറ്റ്വർക്ക് ഇതായിരിക്കും. ഈ നെറ്റ്വർക്കിനെ നമ്മൾ റിമോട്ട് സൈറ്റ് അഥവാ സൈറ്റ് നെറ്റ്വർക്ക് എന്നൊക്കെയാണ് വിളിക്കുന്നത്. A1ഉം A2ഉം ഒരേ കമ്പനിയുടെ നെറ്റ്വർക്ക് ആയതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡാറ്റ ട്രാൻസ്ഫർ വേണ്ടി വരും. ഈസി മാർഗം എന്ന് പറഞ്ഞാൽ A1ൽ നിന്ന് A2ലേക്ക്, അതായത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ വലിക്കുക, അല്ലെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ വലിച്ചാലും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തിയാലും കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എങ്ങനെ ഇത് സോൾവ് ചെയ്യുന്ന കമ്പനീസ് ചിന്തിച്ചത്. അപ്പോൾ കമ്പനീസിന് തോന്നി വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിൽ കൂടെ എനിക്ക് ഡേറ്റ അയക്കാൻ പറ്റുമോ? ഓൾറെഡി അമേരിക്ക തൊട്ട് ഇന്ത്യ വരെ കണക്ഷനുള്ള ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക്. അങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു നെറ്റ്വർക്കാണ് നമ്മുടെ ഇൻ്റർനെറ്റ് ലോകം മൊത്തം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ? അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ കമ്പനീസ് വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ഇൻ്റർനെറ്റിൽ കൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തുകൂടാ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇൻ്റർനെറ്റ് ഓപ്പൺ നെറ്റ്വർക്കാണ്. ഇൻ്റർനെറ്റിൽ കൂടെ ഒരു ഡാറ്റ നമ്മൾ ഓപ്പൺ ആയിട്ട് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ഹാക്കറിനും ഈസി ആയിട്ട് ആ ഡാറ്റ ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അധികം ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ കമ്പനീസിന് പ്രശ്നമായി, എൻ്റെ ഡാറ്റ ഏതെങ്കിലും ഹാക്കർ അടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ സീക്രട്ടും മറ്റു കാര്യങ്ങളും കമ്പനി സീക്രട്സ് ഒക്കെ പുറത്താവും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു വിചാരിച്ചപ്പോഴാണ് ഏതൊരു ബുദ്ധിമാൻ VPN എന്ന കോൺസെപ്റ്റ് ഉണ്ടാക്കിയത്. VPN എന്ന കൺസെപ്റ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ കൂടെയാണ് ശരിക്കും ഡാറ്റ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഇൻ്റർനെറ്റിൽ കൂടെ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് വിർച്വലായിട്ട് ഈ രണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നെറ്റ്വർക്കിൽ നിന്നും വിർച്വലായിട്ട് ഇതാണ് ഒരു നെറ്റ്വർക്ക് ഒരു വിർച്വലായിട്ട് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും. അതായത് ഈ പ്രോസസ്സിനെ ടണലിംഗ് എന്നാണ് പറയുന്നത്. ഈ പ്രൈവറ്റ് നെറ്റ്വർക്കിനെ VPN ടണൽ എന്ന് വിളിക്കുന്നു.
എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടണലിനുള്ളിൽ കൂടെ പോകുന്ന എല്ലാ ഡേറ്റയും എൻക്രിപ്റ്റ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് ഹാക്കേഴ്സിന് ഇത് ഒരിക്കലും ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് പ്രൈവറ്റ് നെറ്റ്വർക്ക് പോലെ സെക്യൂർ ആണ്. അതുകൊണ്ടാണ് ഇതിനെ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ശരിക്കും ഇത് പ്രൈവറ്റ് നെറ്റ്വർക്ക് പോലെ സെക്യൂർ ആണ്, പ്രൈവറ്റ് നെറ്റ്വർക്ക് പോലെ വർക്ക് ചെയ്യും. എന്നാൽ ഈ നെറ്റ്വർക്കിലെ ഡാറ്റ ശരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് ഇൻ്റർനെറ്റിൽ കൂടെ ആയിരിക്കും. അതുകൊണ്ട് പബ്ലിക് നെറ്റ്വർക്കിൻ്റെ കണക്ടിവിറ്റിയുടെ സ്പേസും പ്രൈവറ്റ് നെറ്റ്വർക്കിൻ്റെ സെക്യൂരിറ്റിയും VPN പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ കൊറോണയായിട്ട് എല്ലാ IT കമ്പനീസും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ കമ്പനിയുടെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ VPN വെച്ചാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്സ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ടേക്ക് കെയർ.